അല്ല ശേഖരനാർ സാറേ, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. പെൺകുട്ടിയെ കാണാതായിട്ട് 1.5 ആഴ്ച കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതുവരെ നിങ്ങൾ പോലീസിൽ പരാതി തന്നിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. ഇടയ്ക്കൊക്കെ ഈ കൊച്ച് ഇങ്ങനെ വീട് വിട്ട് പോകാറുണ്ടോ? ഉണ്ടോടോ? സാറേ, കുഞ്ചറിയുടെ മകന്റെ കൂടെ പോയെന്നാ കരുതിയിരുന്നത്. തിരിച്ചെത്തി അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് കുഞ്ചറിയെ വാക്കുവന്നതുമാണ്. ഈ സാഹചര്യത്തിൽ പുറത്തറിയിക്കേണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞത്. ഈ കുഞ്ചറിയുടെ മോൻ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത് അവന്റെ കൂടെ പെണ്ണ് പോയിട്ടില്ലാന്ന്? കുറഞ്ഞ പക്ഷം സ്കൂൾ അധികൃതരെങ്കിലും അറിയിക്കേണ്ടതല്ലേ? സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് സുഖമില്ലാണ്ടായി കിടപ്പിലാണെന്നാണ്. ഈ രീതിയിൽ ഈ കേസ് കോടതിയിലെത്തിയാൽ സമാധാനം പറയേണ്ടി വരുന്നത് പെണ്ണിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് 15 ദിവസം ആരാണ്ടും പറഞ്ഞ വാക്കും വിശ്വസിച്ച് മാനത്തേക്ക് നോക്കി ഇരുന്നു എന്ന് പറഞ്ഞ സാറേ, കുട്ടിയെ കാണാതായെന്ന് അറിഞ്ഞപ്പോ തന്നെ പരാതി തരേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങള് അയാളുടെ വാക്ക് വിശ്വസിച്ചിരുന്നു പോയി. ഒരു റിട്ടൺ കംപ്ലൈന്റ് ഇതാ, ഞങ്ങൾ അന്വേഷിക്കാം. എന്നാ ഇത് പന്ന കഴിവറടാ മോനെ, വെച്ചേക്കത്തില്ല നിന്നെ ഞാൻ. തോന്നിയ ദിവസം കാണിച്ചേച്ച് അപ്പം കാശുമായിട്ട് പിന്നാലെ ഇറങ്ങിക്കോളാൻ. എന്റെ 5 കാശ് ഇക്കാറ്റിൽ ഞാൻ ഇറക്കത്തില്ല. വിടന്ന് കുഞ്ചറിയാച്ച ക്ഷമ ആട്ടും സൂപ്പിന്റെ പരം തരുമെന്ന പറഞ്ഞോളൂ പാപ്പിച്ചായ. അപ്പനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വകതിരിവ് വേണം. എണ്ണം കെട്ടവനെ, നിന്റെ ആറാമാരി നോക്കി നന്നല്ലോ. ഒരു തട്ടുകേട് വന്നു. ഇനി അതെങ്ങനെ പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം തട്ടുകേട് കേസിൽ നൂരാൻ കാശ് എത്ര വേണമെന്ന് അറിയാവോ? വകുപ്പ് മറ്റേതാ അല്ലടാ പാപ്പച്ചി, കുടുംബോടാവേ. വകുപ്പിന്റെ കാര്യം ഓർത്തൊന്നും നിങ്ങൾ ആദ്യം കേട്ടണ്ട. കാശ് എവിടെ എറിയണമെന്ന് ഞാൻ പറയും, എറിഞ്ഞാ മതി. ആദ്യം പെണ്ണിനെയും കൊണ്ട് ഇവൻ മുങ്ങിയ ദിവസം ഇവൻ ഏതെങ്കിലും സർക്കാർ ഓഫീസിലുണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കണം. അത് നമുക്ക് തെളിയിക്കാം. ആകെ മൊത്തം കാശ് എത്ര വേണ്ടി വരും പാപ്പച്ചി? പെണ്ണിന് വയസ്സ് 16 ആണെന്നുള്ളത് ഉറപ്പല്ലേ? അതെ, 16. ഒരു 5 ലക്ഷം കരുതിക്കും. ഒരു 2 വയസ്സ് കൂടുതലായിരുന്നെങ്കിൽ 1.5 ലക്ഷത്തിൽ ഒതുക്കായിരുന്നു. ഇപ്പൊ പഴയതൊന്നും അല്ല കുഞ്ചറിയാച്ച. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനും ഒന്നി കുറഞ്ഞ കാശ് കൈകൊണ്ട് കൊടുത്തില്ല. മിസ്റ്റർ ഹരികൃഷ്ണൻ, അതെ ഞാനാണ്. ഏലപ്പാറ പെൺകുട്ടി മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാമെന്നാണ്. പ്ലീസ് കോപ്പറേറ്റ്. അമ്മേ, അയ്യോ, ഭർത്താവേ, ബാറ്ററിയുടെ തുമ്പെല്ലാം കിട്ടിയാ? ഇവിടെ ആരുമില്ലേ? എന്നാ സാറേ? സാമുവൽ സാറില്ലേ? ഇല്ല, അവര് തിരുവനന്തപുരത്തിന് പോയേക്കുവാ. സാമുൽ സാർ വന്ന അവനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയാം. ആരാ വന്നത്? പോലീസുകാരാ പപ്പയെ തിരക്കി. അപ്പൊ എന്നെ വിളിക്കായിരുന്നില്ലേ? ആണൊരുത്തൻ നിന്റെ അകത്തില്ലേ? പോയാ അവര്? കർത്താവേ, ഓരോരോ പരീക്ഷണങ്ങളെ. ഇരിക്കൂ. കോട്ടയം SP ഓഫീസിൽ നിന്നൊരു കോൾ വന്നിരുന്നു. ഇന്നലെ രാത്രി പന്തളത്ത് വെച്ചൊരു പെൺകുട്ടി അറസ്റ്റ് ചെയ്തു. ഒപ്പം 2 പേര് കൂടി ഉണ്ടായിരുന്നു. ഒരു രാജമ്മ, പിന്നെ ഒരു മണിയപ്പൻ. ഈ രാജമ്മയും മണിയപ്പനും ഞങ്ങൾ പോലീസുകാരുടെ ലിസ്റ്റിൽപ്പെട്ട കക്ഷികളാണ്. ഇതിനു മുമ്പും പല കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പല കൈമാറിയാണ് കുട്ടി ഇവരുടെ കയ്യിൽപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്ത 40ഓളം ആൾക്കാരുടെ ഡീറ്റെയിൽസ് കുട്ടി തന്നെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടി ലിസമ്മ തന്നെ ആണോ സാറേ? കുട്ടി ഇപ്പോൾ കോട്ടയത്തൊരു റെസ്ക്യൂ ഹോമിലാണ്. നിങ്ങൾ ഉടനെ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യണം.
എന്നിട്ട് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുക്കും. ഇറങ്ങി വാടി, ഞങ്ങളൊന്ന് കാണട്ടെ. ഞങ്ങളൊന്ന് കണ്ടാൽ എന്താ കുഴപ്പം? ഇറങ്ങി വാടി, ഇറങ്ങി വിടവളെ. ഒത്തിരി പേര് കണ്ടതല്ലേ, ഞങ്ങളും കൂടെ ഒന്ന് കാണണ്ടേ. നല്ലല്ലോ, ഇവിടെ തന്നാൽ ഞങ്ങൾ കാണട്ടെ സാറേ. നാളെ നിന്റെയൊക്കെ അമ്മയ്ക്കും പെങ്ങൾക്കും മകൾക്കും ഈ നാട്ടിൽ ഇത് തന്നെ സംഭവിക്കാം. അപ്പോഴും നീയൊക്കെ ഇങ്ങനെ കൂവണ പാട്ടികളെ. ആരാ നിനക്ക് അവളെ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് ആരും പരിചയപ്പെടുത്തി തന്നില്ല സർ. പിന്നെ നീ സ്വയം പരിചയപ്പെടണം. അലക്സ്, ഹരിക്കും രാജീവിനും ഒക്കെ ഒരു അബദ്ധം പറ്റി. നിങ്ങളുടെ പ്രായത്തിൽ ആർക്ക് സംഭവിക്കാവുന്ന ഒരു തെറ്റ് നിങ്ങൾക്കും ഇല്ല സർ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. നിങ്ങൾ മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി അലക്സേ, ഇവനോടല്ല ലവനോട് ചോദിക്കും. ലവൻ പറയും കാര്യങ്ങൾ. പറയടാ, ഇവനെ നീ എവിടെ വെച്ചാ പരിചയപ്പെട്ടത്? എത്ര രൂപ തന്നു? എന്നാ വകയിലാ കാശ് തന്നത്? പറയടാ, പറയാൻ. ഇയാൾ എന്നെ മുറിയിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. ആ, എന്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്ത എനിക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞു. എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുത്തോ? ഉവ്വ്. പറഞ്ഞ രൂപ തന്നോ? ഇല്ല, അതിന്റെ പേരിലാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. ഓ, കള്ളം പറഞ്ഞോടാ. ആ, മതി 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 മതി. താനിങ്ങൊന്നേ പറയട്ടെ. ആ, ഇരിക്കെ. താൻ ചെന്ന ടോമിയെ കൂട്ടിട്ട് വാ. സാർ, ഇയാളുടെ മകൻ ടോമി പ്രശ്നമുണ്ടായ ദിവസം പകൽ സമയം മുഴുവൻ ആർടി ഓഫീസിൽ നടന്ന ബെസോണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നതായി പറയുന്നുണ്ടല്ലോ. ഇത് ആർടി ഓഫീസിലെ രജിസ്ട്രാ. പിന്നെ എങ്ങനെയാണോ ഈ കേസിന്റെ പേരിൽ ടോമി അറസ്റ്റ് ചെയ്യുന്നത്? പെൺകുട്ടി ആദ്യം പറഞ്ഞ പേര് ടോമിയുടെയാണ് സർ. എടോ, അത് ഇവിടെ പോലുള്ള എണ്ണങ്കട്ടോളുമാര് പിടിക്കുമ്പോ പുളിങ്കൊമ്പിലെ പിടിക്കൂ. പോയാ ഒരു വാക്ക് കിട്ടിയാൽ നല്ലൊരു തുക. താൻ അവനെ വിട് സർ. അത് താൻ പറയുന്ന കേട്ടാ മതി. ഈ പെണ്ണല്ലാതെ മറ്റാരെങ്കിലും ഇവന്റെ പേര് പറയുന്നുണ്ടോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്? ഞാനങ്ങ് വിട്. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഏറ്റു.